ഇന്നത്തെയും പോലെ തന്നെ നമ്മൾ വൈകുന്നേരം ചോറ് വെപ്പാണ്. കാരണം ഇന്ന് നേരത്തെ നോക്കിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ വിളക്ക് വെപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് അപ്പുറത്താവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കറി വേണമല്ലോ. അപ്പോൾ പച്ചക്കറി ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. 4-5 ദിവസം കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അപ്പോൾ പച്ചക്കറി ഇല്ലാത്തത് കൊണ്ട് ഒരു തട്ടിക്കൂട്ടൽ. അപ്പോൾ ഒരു രസത്തിനുള്ളതുണ്ട്, തക്കാളി ഉണ്ട്, അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു രസം ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് അധികം വെളുത്തുള്ളി എടുത്ത് തൊലിയോട് കൂടി ചതച്ചെടുക്കുന്നുണ്ട്. ചതയ്ക്കുന്ന കല്ലുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് ഈ പാത്രത്തിൽ ചതച്ചാൽ ഒരു പ്രത്യേക ഇഷ്ടമാണ്, ഒരു നാക്ക് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ ചീനച്ചട്ടി വെച്ചു, കടുക് പൊട്ടിച്ചു. വറ്റൽമുളക് ഞാൻ എടുക്കാൻ മറന്നു പോയതാട്ടോ. കടുക് പൊട്ടിക്കുമ്പോൾ സാധാരണ വറ്റൽമുളകൊക്കെ ഇടും. എന്നിട്ട് ഈ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് എടുക്കുമല്ലോ. അപ്പോഴേക്കും നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, കറിവേപ്പില ഒക്കെ കൂടെ ഇട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അത് അതിനകത്തോട്ട് ഒഴിച്ചാൽ തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഇച്ചിരി ശർക്കര, ആ ഒരു ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യും. നമ്മളെല്ലാം തിളച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കായപ്പൊടി ചേർക്കാറ്. അങ്ങനെ ചോറും രസമായി. അപ്പോൾ തോരനുള്ള പണിയാണ്. തോരൻ ബീൻസ്, കൊത്തമര, ഇച്ചിരി വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് തേങ്ങയൊന്നും ചിരവിടുന്നില്ല. കുഞ്ഞുള്ളി ഒരു കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അത് ചതച്ചിടുന്നുണ്ട്. പിന്നെ പച്ചമുളക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.